അനന്യമായ സൗന്ദര്യത്തിൻ്റെയും അനുപമമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും നാടാണ് കേരളം. വേനൽ പിറക്കുമ്പോൾ ഇവിടെ ഉത്സവകാലവും പിറക്കുന്നു. അമ്പലങ്ങളിൽ ആയിരങ്ങൾ തടിച്ചുകൂടുന്നു. ദേവനെ കുമ്പിടാനും ചെണ്ടയുടെയും കുഴലിൻ്റെയും സംഗീതം കേൾക്കാനും. സ്വർണ്ണ ചമയങ്ങൾ അണിഞ്ഞ ആനകൾ ഈ കാഴ്ചയുടെ മിഴിവ് വർദ്ധിപ്പിക്കുന്നു. കേരളം കാട്ടാനകളുടെ നാടാണ്. പെരിയാർ കടുവാ സങ്കേതത്തിലെ പോലെ അവയെ ഇത്രയും അടുത്തു കാണാൻ പറ്റിയ സ്ഥലങ്ങൾ വേറെയില്ല തന്നെ. ഇന്ത്യയിലെ ഏറ്റവും സംരക്ഷിത സങ്കേതങ്ങളിലൊന്നാണ് പെരിയാർ. പെരിയാർ തടാകത്തിലൂടെ ഒരു ബോട്ട് യാത്ര. നേരവും കാലവും ശരിയെങ്കിൽ ആനക്കൂട്ടങ്ങളെ മാത്രമല്ല, കാട്ടുപോത്തുകളെയും മ്ലാവുകളെയും കാട്ടുനായ്ക്കളെയും കാണാമെന്ന് തീർച്ച. പെരിയാറിലെ കടുവകൾ അക്ഷരാർത്ഥത്തിൽ വന്യങ്ങളാണ്. കാട്ടിലെ രാജാവിനെ കാണാൻ വല്ലപ്പോഴും വന്നു പോകുന്നവർക്ക് ഭാഗ്യമുണ്ടായെന്ന് വരില്ല. എന്നാൽ കാട്ടിലെ ജീവികൾക്ക് അതിൻ്റെ സാന്നിധ്യം തികഞ്ഞ യാഥാർത്ഥ്യമാണ്. തടാകക്കരയിലെ കാടുകൾ 1000 ആണ്ടുകൾ പഴക്കമുള്ളതാണ്. പക്ഷേ തടാകത്തിന് അത്രയും പഴക്കമില്ല. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ രൂപപ്പെട്ടതാണത്. തമിഴ്നാട്ടിലെ വരണ്ട താഴ്വരകളുടെ ദാഹം കെടുത്താനാണ് അണക്കെട്ട് പണിതത്. കടുവാസങ്കേതത്തിന്റെ കിഴക്കേ കോണിൽ പുല്ലു നിറഞ്ഞ കുന്നിൽ മംഗളാദേവി ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. പൂഞ്ഞാർ രാജാവും ടിപ്പു സുൽത്താനും തമ്മിൽ 1770 നടന്ന യുദ്ധത്തിന്റെ നിശബ്ദ സ്മാരകമായി അത് ഇന്നും നിലനിൽക്കുന്നു. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. തീറ്റയെടുക്കാനാണ് അതിന്റെ ജീവിതത്തിലെ 4/3 പങ്ക് സമയവും ചെലവാക്കുന്നത്. കാട്ടുപോത്തിനെയും മ്ലാവിനെയും പോലെ ആന അയവെട്ടാറില്ല. മെല്ലെ മെല്ലെ ചവച്ചരച്ചാണ് ആനയുടെ തീറ്റ. തീറ്റയെടുക്കുമ്പോൾ ആന അതിന്റെ വമ്പൻ ചെവികൾ നിരന്തരം ആട്ടുന്നു. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിനുള്ള ഉപായമാണിത്. ഓരോ 20 മിനിറ്റിലും ആനയുടെ ശരീരത്തിലെ രക്തം അതിന്റെ ചെവികളിലെ സിരാപടലത്തിലൂടെ ഒരു തവണ കടന്നുപോയിരിക്കും. അത്ഭുതകരമായ ഒരവയവമാണ് ആനയുടെ തുമ്പിക്കൈ. മറ്റൊരു ജീവിക്കും ഇതുപോലെ പ്രത്യേകതകളുള്ള മൂക്കില്ല.
ഇത്രയും നീണ്ടതും ശക്തിയേറിയതും വഴക്കമുള്ളതും പ്രയോജനകരവുമായ മൂക്ക് മറ്റൊരു ജീവിക്കുമില്ല. 1.5 ലക്ഷം പേശികൾ ചേർന്നതാണ് തുമ്പിക്കൈ. കുളിക്കാൻ, കുളി കഴിഞ്ഞാൽ മണ്ണുവാരിപ്പൂശാൻ, കൊച്ചു കൊച്ചു സാധനങ്ങൾ നുള്ളിപ്പെറുക്കിയെടുക്കാൻ, വലിയവ വലിച്ചുപറിക്കാൻ, അപകടം മണത്തറിയാൻ തുമ്പിക്കൈയിൻ്റെ പ്രയോജനങ്ങൾ ഒട്ടനവധിയാണ്. ഇതിനെല്ലാം പുറമെ ആനയ്ക്ക് വെള്ളം കുടിക്കാനും തുമ്പിക്കൈ തന്നെ ശരണം. ആനയെപ്പോലെ തുമ്പിക്കൈ സ്ട്രോ പോലെ ഉപയോഗിച്ച് ഭക്ഷണം വലിച്ചെടുക്കുന്ന ഒരു ചെറു ഷഡ്പദമുണ്ട്. ഷഡ്പദ ലോകത്തെ ഓമനയായ പൂമ്പാറ്റയാണിത്. അനേകം ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകൾ ഇവിടെയുണ്ട്. ചിലത് തീരെ ചെറുത്, 1 സെന്റിമീറ്റർ പോലും വലിപ്പമില്ലാത്തവ. ബേർഡ് വിങ്ങിനെ പോലെയുള്ള ചിലതാണെങ്കിൽ 6 ഇഞ്ചിലേറെ ചിറകകലമുള്ളവ. ചിലതിന് നിറക്കൂട്ട് കുറവ്, മറ്റു ചിലതാണെങ്കിൽ വർണ്ണപ്പകിട്ടിൽ രാജാക്കന്മാർ. ചിത്രശലഭങ്ങളുടെ ജീവിതം അതിന്റെ പുറംപകിട്ടുപോലെ മനോഹരമാണെന്ന് ധരിക്കരുത്. ജീവിതത്തിന്റെ ഓരോ ദശയിലും അതിന് ശത്രുക്കളെ നേരിടേണ്ടതുണ്ട്. ഉറുമ്പുകൾ, എട്ടുകാലികൾ, കടന്നലുകൾ, പക്ഷികൾ എന്നിവയെല്ലാം പൂമ്പാറ്റകളുടെ അന്തകരാണ്. ഒരു കൊച്ചു ചോണനുറുമ്പിന് ചിത്രശലഭപ്പുഴുവിനെ ഒന്നും ചെയ്യാനാവില്ല. എന്നാൽ വലിപ്പക്കുറവിനെ എണ്ണക്കൂടുതൽ കൊണ്ട് മറികടക്കാൻ ഉറുമ്പിന് കഴിയും. സംഘശക്തിക്ക് മുന്നിൽ വലിപ്പം വെറും അപ്രസക്തം. സംഘശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു കൂട്ടരാണ് കാട്ടുനായ്ക്കൾ. കൂട്ടമായാണ് ഇവയുടെ നായാട്ട്. മാൻവർഗത്തിലെ ഭീമന്മാരായ മ്ലാവുകളാണ് കാട്ടുനായ്ക്കളുടെ പഥ്യാഹാരം. പെരിയാറിൽ മ്ലാവുകളെ കൂട്ടത്തോടെ കാണാം. കൂട്ടത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഇരയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവയെ പിന്തുടർന്നോടിച്ച് ക്ഷീണിപ്പിക്കുകയാണ് കാട്ടുനായ്ക്കളുടെ തന്ത്രം. അവസാനത്തെ ആക്രമണം മിക്കവാറും വെള്ളത്തിൽ വെച്ചായിരിക്കും.